40-50 വയസ്സിന് ശേഷം ശരീരത്തിലെ സന്ധികളിലൊക്കെ തന്നെ ചെറിയ രീതിയിലുള്ള വേദനയൊക്കെ തന്നെ സർവ്വസാധാരണമാണ്. എന്നാൽ നമുക്ക് കാലിൻ്റെ പെരുവിരലിൽ ഒരു മിന്നലേൽക്കുന്നത് പോലുള്ള ഒരു വേദന ഇടയ്ക്ക് വന്ന് പിന്നീടത് നിത്യ സന്ദർശകരായിട്ട് മാറുകയും കുറച്ച് നാളുകൾ വെയിറ്റ് ചെയ്താൽ ആ ജോയിൻറ്റുകളിലൊക്കെ തന്നെ നല്ല റെഡിഷ് കളറ് കാണുകയും അവിടെ നീര് വെച്ചതുപോലെയും അസഹ്യമായിട്ടുള്ള വേദനയും ആ വേദന തന്നെ നമ്മുടെ മറ്റുള്ള വിരലുകളിലേക്കും കൂടെ വ്യാപിച്ച് പിന്നീട് ഉപ്പൂറ്റിയിലേക്കും കൂടെ വ്യാപിച്ചു കഴിഞ്ഞാൽ ആ നീരും ഉപ്പൂറ്റിയിൽ കാണാൻ പറ്റും. പിന്നീട് കാല് നിലത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥയുണ്ട്, അസഹ്യമായിട്ട് വേദന അനുഭവിക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടോ എങ്കിൽ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് യൂറിക് ആസിഡിൻ്റെ ലക്ഷണങ്ങളാണ് മേൽ പറഞ്ഞതെല്ലാം തന്നെ. അപ്പോൾ ഇതിനെ മാറ്റാൻ സഹായിക്കുന്ന ഈ യൂറിക് ആസിഡ് നന്നേ കുറയ്ക്കാൻ സഹായിക്കുന്ന 5 ഔഷധ പാനീയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിലൊന്ന് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ള കാറ്റേച്ചിൻ ആൻറ്റി ഓക്സിഡൻറ്റ് യൂറിക് ആസിഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻസൈമിനെ മന്ദീഭവിപ്പിക്കുന്നുണ്ട്. അതുവഴി നമുക്ക് ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വളരെയധികം സഹായകരമായിട്ടുള്ളതാണ്. നെക്സ്റ്റ് ആപ്പിൾ സിഡാർ വിനീഗർ ആണ്. ഇതിലടങ്ങിയിട്ടുള്ള മാലിക് ആസിഡ് എന്നുള്ളത് യൂറിക് ആസിഡിനെ പുറത്തേക്ക് തള്ളാൻ സഹായകരമായിട്ടുള്ള കാര്യമാണ്. ആപ്പിൾ സിഡാർ വിനീഗർ 1 ടീസ്പൂണ് ഇളം ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ നോർമൽ വാട്ടറിലേക്കോ അല്പം ഒഴിച്ചിട്ട് വെറും വയറിൽ കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. തേർഡ് ഔഷധ പാനീയം എന്ന് പറയുന്നത് നമ്മുടെ ചിറ്റമൃതിൻ്റെ തണ്ട്. അത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ അങ്ങാടി കടയിലോ ആയുർവേദ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ചിറ്റമൃത്, ടീനോസ്പോറ കോഡിഫോളിയ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ചിറ്റമൃതിൻ്റെ ഒരു 2-3 തണ്ട് മതി. അതൊരു കപ്പ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അടച്ചു വെച്ച് തിളപ്പിച്ചിട്ട് അല്പം ഒന്ന് വറ്റി അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ഇളം ചൂടോട് കൂടിയിട്ട് രാവിലെ വെറും വയറിൽ കുടിക്കാൻ ഉപയോഗിക്കാം. ശരീരത്തെ മൊത്തത്തിലൊന്ന് ഡീടോക്സ് ചെയ്യിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടത്താനും ഡയബറ്റീസ് പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അത് കുറയ്ക്കാനും അങ്ങനെ ഒരുപാടേറെ ഗുണങ്ങളുണ്ട് കേട്ടോ. നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ നീരും വേദനയും ഒക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ 4ാമത്തെ പാനീയം ഏതാണെന്ന് വെച്ചാൽ അജ്വൈൻ അല്ലെങ്കിൽ നമ്മുടെ കാരോം സീഡ്. നമുക്കറിയാം അയമോദകം എന്നുള്ളത് 1 ടീസ്പൂണ് 1 കപ്പ് വെള്ളത്തിലിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് അല്പം ഒന്ന് വറ്റിച്ച് അതിൻ്റെ കളറെല്ലാം ഇറങ്ങി അതൊരു യെല്ലോ കളറായി മാറിക്കഴിഞ്ഞാൽ അത് ഇളം ചൂടോടുകൂടി കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്ന 5ാമത്തെ പാനീയം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ വെള്ളം തന്നെയാണ്. സാധാരണ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കുന്നത് ആ ബോഡിയെ ഹൈഡ്രേറ്റ് ആക്കി നിർത്തുകയാണ് വേണ്ടത്. നമ്മുടെ ശരീരത്തിലുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ആവശ്യമാനത്തിനുള്ള വെള്ളം ഉള്ളിലെത്തണം എന്നുള്ളതാണ്.